ഇത് നിങ്ങൾ കേൾക്കേണ്ടതാണ്. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ക്ലയൻസിനോട് സംസാരിക്കുമ്പോൾ, നമ്മുടെ മെൻറ്റർ ക്ലയൻസിനോട് സംസാരിക്കുമ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ അവരുടെ കൂടെ ഇരുന്നിരുന്നു. അപ്പോൾ അവിടെ ഒരു ക്ലയൻറ്റ് സംസാരിക്കുന്ന ഒരു വിഷയമാണ്. ഇത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നുള്ളത്. ആ ക്ലയൻറ്റ് നമ്മുടെ മെൻറ്ററിനോട് പറയാണ്, നിങ്ങൾ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രത്തോളം ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അവയർനെസ് കിട്ടില്ലായിരുന്നു, ഇത്രത്തോളം ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞത് ഇപ്പോഴാണ്. ഞാനൊരു ഇഗ്നോ യൂണിവേഴ്സിറ്റി മാത്രമാണ് എൻ്റെ മനസ്സിലുണ്ടായത്. പിന്നെ ഈ പറയുന്ന വിഷയത്തിലാണ് ഞാൻ പോയിക്കൊണ്ടുണ്ടായത്. അപ്പോൾ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് ആ ക്ലയൻറ്റ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഏത് ജനറേഷനിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? എത്ര ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. എന്തിന് നമ്മളൊരു സ്പെസിഫിക് ആയിട്ട് ആളുകൾ പറയുന്ന ഒറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഒറ്റൊരു യൂണിവേഴ്സിറ്റിയോ മാത്രം ഫോളോ അപ്പ് ചെയ്ത് മുമ്പോട്ടേക്ക് പോകണം? വാസ്റ്റാണ് ഇന്നത്തെ ഇൻഫർമേഷൻ, അബഡൻ്റ് ആണ്. എത്ര വേണമെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ഒരു ഓൺലൈൻ ഡിഗ്രി അല്ലെങ്കിൽ ഒരു BCom പഠിക്കാൻ ഉദ്ദേശിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു റെഗുലറായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുകയാണ്, നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. കമ്പാരിസൺ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിനുള്ള കൃത്യമായിട്ടുള്ള ഒരുപാട്, എവിടെ ഏതൊക്കെ വെബ്സൈറ്റിൽ എങ്ങനെയൊക്കെ കയറി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ കിട്ടും എന്നുള്ള ഒരുപാട് വീഡിയോസിൽ പറഞ്ഞു കഴിഞ്ഞു. റിപ്പീറ്റായി പറയുന്നതിൽ കാര്യമില്ല. അപ്പം ഇത് നമ്മൾ 95-ലോ അല്ലെങ്കിൽ 2000-ലോ ഒന്നുമല്ലല്ലോ ഉള്ളത്. നമ്മൾ 2024-ലാണ്. അപ്പോൾ ഒരു മെൻറ്ററിനോടൊന്നും അത്രത്തോളം പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എനിവേയ്സ്, ഓക്കെ, നമ്മൾ കൊടുത്തതിൽ നമ്മൾ സന്തോഷിക്കുന്നു. ബട്ട് നിങ്ങൾക്ക് തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് സെർച്ച് ചെയ്യാനും കാര്യങ്ങൾ മനസ്സിലാക്കാൻ. പക്ഷേ ഏതൊക്കെ ക്രൈറ്റീരിയ എന്നുള്ളിടത്താണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ യൂസ് യുവർ ഓപ്ഷൻസ്. ഓക്കെ.